വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി ലെയർ പത്തിരിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഒരു നാസ്ത ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് 2 കഷ്ണം കഴിച്ചാൽ തന്നെ ഒരാളുടെ വയറ് നിറയും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുന്ന സമയത്ത് 4 സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സവാള പെട്ടെന്ന് വയന്ന് കിട്ടാനായിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെക്കാം. അതിനുശേഷം തുറന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി വൈറ്റ് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഒരു വലിയ പൊട്ടാറ്റോ, അതായത് ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാരണം ഞാൻ അളവ് പറയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ചില മുളക് നല്ല എരിവുണ്ടാവും, ചില മുളക് പൊടി എരിവ് കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ ഇറച്ചി മസാല ഉണ്ടെങ്കിൽ അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂണ്, പിന്നെ കുരുമുളക് പൊടി ആവശ്യത്തിനനുസരിച്ച് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കട്ടോ. ഇതെല്ലാം മസാലപ്പൊടികളും ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമുക്ക് ബീഫ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ മുകളിൽ ഒന്നിട്ട് കൊടുക്കാം. കാരണം നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്തതാണ്, പിന്നെ ചേർത്തിട്ടില്ല. അപ്പോൾ എന്നിട്ട് അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് ഇതിലോട്ടുള്ള പത്തിരി ഉണ്ടാക്കണമല്ലോ. അതായത് ദോശയാണ് ഉണ്ടാക്കുന്നത്. 1 മുട്ടയും അതുപോലെ തന്നെ 1 കപ്പ് പാലും 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇഷ്ടമില്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും കുഴപ്പമില്ല. ഗോതമ്പ് പൊടി നല്ല തരിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ ദോശ നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. ഇനി നമുക്കിന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് 1 പച്ചമുളക്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളമോ പാലോ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാനിൽ നെയ്യ് തടവിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഓരോരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. ഓരോരോ ലെയർ പത്തിരിക്ക് 7 ദോശയാണ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ 2 ലെയർ പത്തിരിക്കുള്ള മാവും അതുപോലെ തന്നെ ഫില്ലിങ്ങുമാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഇപ്പോൾ തൽക്കാലം ആദ്യം 1 റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മുടെ ദോശ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 മുട്ടയും 1/2 കപ്പ് പാലും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കൊരു പാൻ എടുക്കുക. ഇതിലൊന്ന് നെയ്യോ ബട്ടറോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചില്ല ഈ ഒരു പാലും മുട്ടയും കൂടിയുള്ള മിക്സ്, അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് ആ പാനിൽ അടിഭാഗത്ത് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചുട്ട ദോശയിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് നമ്മൾ മറിച്ചിടാതെയാണ് ദോശ ഉണ്ടാക്കിയത്. അപ്പം ആ മുകളിലുള്ള ഭാഗം താഴോട്ടാക്കി വെച്ചെടുക്കാം. വെന്ത ഭാഗം മുകളിലാക്കിയിട്ട് വെച്ചെടുക്കട്ടോ. എന്നിട്ട് ഈ ഒരു മുട്ടയുടെയും ഇതിൻ്റെ ഒരു കൂട്ടിൽ നല്ലപോലെ ആ ഒരു ദോശ നല്ലപോലെ ഒന്ന് കുതിർത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മുടെ ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഫില്ലിങ് അറ്റത്തോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സെൻട്രലായിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം വീണ്ടും ദോശ ഇതിലും മാവിൽ ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വിട്ടുകൊടുക്കാം. മുട്ടയുടെയും ആ ഒരു പാലിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അതിൽ മുക്കിയിട്ടാണ് ദോശ വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് വീണ്ടും നമുക്ക് സ്പൂൺ കൊണ്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് 7 ദോശയും 6 ദോശയും വെച്ച് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് 7ാമത്തെ ദോശ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലോട്ട് ബാക്കി വന്ന ഈ ഒരു മുട്ടയുടെയും പാലിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതാണ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കുക. സ്പൂൺ കൊണ്ടൊക്കെ സൈഡൊക്കെ നല്ലപോലെ ഒന്ന് അടിയിലോട്ട് ഒട്ടിച്ച് കൊടുക്കുകയും വേണം. എങ്കിലാണ് നമ്മുടെ ഈ ഒരു ലെയർ പത്തിരി ഇത് വിടിയിക്കുന്ന സമയത്ത് നല്ല ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സൈഡിലോട്ടൊക്കെ നിങ്ങൾ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് റെഡിയാക്കി കൊടുക്കട്ടോ. അപ്പോൾ അതിൻ്റെ അടിഭാഗത്തുള്ള ദോശയുടെ മുകളിലായിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഫില്ലിങ് തട്ടുന്ന സമയത്ത് പുറത്തോട്ട് വരും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഇതിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 20 മിനിറ്റ് ബേക്ക് ചെയ്യാം.
അല്ലെങ്കിൽ പിന്നെ നമുക്ക് അടിയിലൊരു പാത്രം എന്തെങ്കിലും വെച്ച് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല, ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, കരിഞ്ഞു പോകത്തൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു വേറൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അടി കരിഞ്ഞിട്ടൊന്നുമില്ല. 20 മിനിറ്റിന് ശേഷമാണ് തിരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചിടാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇറച്ചി ലെയർ പത്തിരി നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇറച്ചി ഒഴിവാക്കിയിട്ട് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഞാൻ ബീഫ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതുപോലത്തെ 2 എണ്ണം ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ഉണ്ട് കേട്ടോ. ഇത്രയും ഫില്ലിങ് ബാക്കിയുണ്ട്. ആ ഫില്ലിങ് വെച്ചിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മോന് ഹോസ്റ്റലിലേക്ക് കൊടുത്തയക്കാനുള്ളതാണ്, പിന്നെ ഒന്ന് നമുക്ക് കഴിക്കാനുള്ളതുമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് 2 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അളവിൽ റെഡിയാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം റെഡിയാക്കാം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ലൊരു പലഹാരമാണ് കേട്ടോ. ഇത് ഒരു പീസ് കഴിച്ചാൽ തന്നെ നമ്മുടെ വയറ് നിറയും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ബീഫ് കൊണ്ട് ഇഷ്ടമില്ലെങ്കിൽ ചിക്കൻ വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.